കാസിയോ ഗൈഡ് മലയാളത്തിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസിയോ വാച്ചുകളിലെ വിവിധ സീരീസുകളെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ സീരീസ് ആണിത്. ഇതിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. കാസിയോയുടെ ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ അനലോഗ് കോമ്പിനേഷൻ, അതുപോലെ വിന്റേജ് വാച്ചുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഡിഫൈസിനെ കുറിച്ചും അതിലെ വിവിധ സെക്ഷൻസിനെ കുറിച്ചും നമ്മൾ രണ്ടാം ഭാഗത്തിലും പറഞ്ഞു. ആ 2 വീഡിയോസിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെയും കൊടുക്കാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിര അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കാസിയോയുടെ പ്രോട്രക് സീരീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പാണ് കാസിയോ ഈ പ്രോട്രക് എന്നുള്ള സീരീസ് അവതരിപ്പിക്കുന്നത്. ശരിക്കും പ്രൊഫഷണൽ ട്രക്കിംഗ് എന്നുള്ള ഒരു വാചകത്തിൽ നിന്നാണ് ഈ പ്രോട്രക് എന്നുള്ളൊരു പേര് വരുന്നത്. ഇതിലെ പ്രോ എന്നുള്ളൊരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രൊഫഷണൽ ഗ്രേഡ് ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ട്രക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രക്കിംഗ് തന്നെ. മലയാളത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽനടയായിട്ട് വളരെയധികം ദൂരത്തേക്ക് നടത്തുന്ന ഒരു സാഹസിക യാത്രയാണ് ഈ ട്രക്കിംഗ്. കാടും മലകളും അതികഠിനമായ കാലാവസ്ഥകളും അതിജീവിച്ചുകൊണ്ട് നടത്തുന്ന വളരെ സാഹസികമായ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിനുവേണ്ടി നിർമ്മിച്ച ട്രിപ്പിൾ സെൻസർ ഉള്ള, അതായത് ആൾട്ടിമീറ്റർ, ബാരോമീറ്റർ, കോമ്പസ്, ഇതൊക്കെയുള്ള വാച്ചുകളാണ് ഈ പ്രോട്രക് സീരീസിൽ വരുന്നത്. അത് മാത്രമല്ല ഇപ്പൊ തെർമോമീറ്ററും പിന്നെ അതിലധികം സെൻസേഴ്സ് ഉള്ള, അതായത് ക്വാഡ് സെൻസർ ഉള്ള വാച്ചുകളും ഇപ്പൊ പ്രോട്രക് സീരീസിൽ വരുന്നുണ്ട്. മിക്കവാറും പ്രോട്രക്കിൽ സോളാർ ചാർജിങ് ഉണ്ടാവാറുണ്ട്, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്. ഈ പ്രോട്രക്കിന്റെ ഒരു സിമ്പിൾ തന്നെ ഒരു പർവ്വത ശിഖരമാണ്. അതായത് നാച്ചുറിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത കുറച്ച് വാച്ചുകളാണ് ഈ പ്രോട്രക് സീരീസിൽ പെടുന്നത്. അതിൽ പർവ്വതാരോഹണവും ട്രക്കിങ്ങും എല്ലാം പെടും. പ്രോട്രക് സീരീസ് വാച്ചുകളെല്ലാം തന്നെ യൂണിസെക്സ് വാച്ചുകളായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ പ്രോട്രക്കിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, പ്രോട്രക്കിന്റെ ഒരു പ്രത്യേകത തന്നെ ഇതെല്ലാം വലിയ ഡയലുള്ള വാച്ചുകളായിരിക്കും എന്നുള്ളതാണ്. ഈസി ആയിട്ട് സമയവും മറ്റ് അളവുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണിത്. ഭൂരിഭാഗം ഡിജിറ്റൽ വാച്ചുകളാണ്. കുറച്ച് ഡിജിറ്റൽ അനലോഗ് കോമ്പിനേഷൻ വാച്ചുകളുണ്ട്. ഒരുപാട് മെറ്റീരിയൽ കോമ്പിനേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. റെസിൻ, സ്റ്റീൽ, മിനറൽ ഗ്ലാസ്, ടൈറ്റാനിയം, ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ കണ്ട വാച്ചുകൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ മെറ്റൽ ബാൻഡ് ഉള്ള വാച്ചുകൾ വളരെയധികം കുറവാണ്. ഇനി അഥവാ മെറ്റൽ ബാൻഡ് ഉണ്ടെങ്കിൽ തന്നെ മിക്കവാറും ടൈറ്റാനിയം ബാൻഡ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ക്ലോത്ത് ബാൻഡും സിലിക്കൺ അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ് യൂറിത്തൻ ബാൻഡുകളൊക്കെ ഈ ഒരു സീരീസിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. വാച്ചിന്റെ വെയിറ്റ് പരമാവധി കുറയ്ക്കുക, വാച്ച് കൂടുതൽ കംഫർട്ടബിൾ ആക്കുക, ഈ 2 ലക്ഷ്യങ്ങളാണ് ഇതിന് പുറകിലുള്ളത്. ട്രക്കിങ്ങിൽ നമ്മൾ പരമാവധി കുറവ് വെയിറ്റ് ആണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്, അതുപോലെ തന്നെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് പ്രോട്രക് വാച്ചുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൾട്ടിമീറ്റർ ആൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം അറിയാനും, ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അറിയാനും, അതുപോലെ തന്നെ വെതർ വേരിയേഷൻസ് ഒക്കെ അറിയാനും സഹായിക്കും. കോമ്പസ് നമുക്കറിയാലോ, വടക്ക് നോക്കി യന്ത്രമാണ്. ഇതെല്ലാം ഈ വാച്ചുകൾ ഉണ്ടാവും. ചിലതിൽ തെർമോമീറ്റർ ഉണ്ടാവും, ആൾട്ടിമീറ്റർ ലോഗ് ഡാറ്റ ഉണ്ടാവും, ബാരോമെട്രിക് പ്രഷർ ചേഞ്ച് എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ കോമ്പസിന്റെ ബെയറിംഗ് മെമ്മറി ഉണ്ടാവും, സ്റ്റെപ്പ് കൗണ്ടർ ഉണ്ടാവും. അങ്ങനെ തുടങ്ങി ഔട്ട്ഡോർ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് വേണ്ട പല ഫീച്ചേഴ്സും ഇതിലുണ്ടാവും. പല ഹൈ എൻഡ് വാച്ചുകളും മൾട്ടിബാൻഡ് 6 വാച്ച് ആയിരിക്കും. അതായത് ഓട്ടോമാറ്റിക്കലി തന്നെ ടൈം അഡ്ജസ്റ്റ് ആവും. 11,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ഈ വാച്ചുകളുടെ വില. 46,000 രൂപയുടെ ഒരു മോഡൽ ഉണ്ട്. അത് ടെക്നിക്കലി ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ആനിവേഴ്സറി എഡിഷൻ ആണ്. 100 മീറ്റർ ആണ് ഈ സീരീസിന്റെ ആവറേജ് വാട്ടർ റെസിസ്റ്റൻസ്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അതായത് ട്രിപ്പിൾ സെൻസർ ഉള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ജി ഷോക്ക് വാച്ചുകൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പ്രോട്രക് വാച്ചുകൾ എന്നുള്ളത്? പ്രത്യേകിച്ച് ജി ഷോക്കിലെ മഡ് മാസ്റ്റർ ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാപ്പബിൾ ആയിട്ടുള്ള വാച്ചുകളാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജി ഷോക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബൾക്കി ആയിട്ടുള്ള റഗഡ് വാച്ചുകളാണ്. ജി ഷോക്കുകൾ ഹൈ ഇമ്പാക്റ്റിനും എക്സ്ട്രീം വാട്ടർ ഇമേഷനും ഒക്കെ അതിജീവിക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വാച്ചുകളാണ്. അല്പം ഹെവി വാച്ചുകളായിരിക്കും. അതേസമയം പ്രോട്രക് എന്ന് പറയുന്നത് വളരെ സ്ലിം ആയിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് വാച്ചുകളാണ്. റഫ്യൂസിന് പറ്റും, അതേസമയം ലൈറ്റ് വെയിറ്റും ആണ്, സ്ലിമ്മും ആണ്. മിക്കവാറും എല്ലാ മോഡലുകളും സോളാർ പവർഡ് ആയിരിക്കും. നിങ്ങളൊരു നാച്ചുറൽ ലവർ ആണെന്നുണ്ടെങ്കിൽ, ഹൈക്കിംഗ്, ട്രക്കിംഗ് പോലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേരുന്നത് പ്രോട്രക് സീരീസിലുള്ള വാച്ചുകളായിരിക്കും. കാസിയോയുടെ ഷീൻ സീരീസിലുള്ള വാച്ചുകളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഒരു സോഫ്റ്റ് ഗ്ലോ എന്നൊക്കെയാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. വുമൺസിന് വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ബിൽഡ് വാച്ചുകളുടെ ഒരു സീരീസ് ആണ് ഷീൻ. മെറ്റീരിയലും പെർഫെക്ഷനും ആണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ഡിസൈനിൽ നമുക്ക് കാണാൻ പറ്റുക. എല്ലാം തന്നെ അനലോഗ് വാച്ചുകളാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, മിനറൽ ഗ്ലാസ്, പിന്നെ സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ്, അങ്ങനെയുള്ള ഫൈൻ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലെതർ സ്ട്രാപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വല്ലാതെ കോംപ്ലിക്കേഷൻസ് ഉള്ള വാച്ചുകളൊന്നും തന്നെ ഈ സീരീസിൽ ഉപയോഗിച്ചിട്ടില്ല. പ്യുവർലി വുമൺസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. വുമൺസിന് വേണ്ടിയിട്ടുള്ള കാസിയോയുടെ പ്രീമിയം സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 9,000 രൂപ മുതൽ 13,000 രൂപ വരെയാണ് ഈ സീരീസിലെ വാച്ചുകളുടെ വില. ഗേൾസിന് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടും ഡ്രസ് വാച്ചുകളായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ വാച്ചുകളാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. അത് മാത്രമല്ല ഗിഫ്റ്റ് ചെയ്യാനും പറ്റിയ വാച്ചുകളാണ്. 50 മീറ്റർ ആണ് ഈ വാച്ചിന്റെ ആവറേജ് വാട്ടർ റെസിസ്റ്റൻസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റഫ്യൂസിന് പറ്റിയ വാച്ചുകളല്ല. ബേബി ജീനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ശരിക്കും ഇത് ഈ ഒരു കാറ്റഗറിയിൽ പറയേണ്ടതല്ല, നമ്മൾ ജി ഷോക്കിന്റെ കാറ്റഗറിയിൽ പറയേണ്ടതാണ്. പക്ഷെ ഷീനെ കുറിച്ച് ഇവിടെ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ഒരു ബേബി ജീനെ കുറിച്ച് ഇപ്പൊ പറയാന്ന് വിചാരിച്ചതാണ്. ജി ഷോക്ക് ഇറങ്ങി ഒരു 11 വർഷത്തിന് ശേഷം സ്ത്രീകൾക്ക് വേണ്ടി ജി ഷോക്ക് പോലെ ടഫ് ആയിട്ടുള്ള ഒരു വാച്ച് ഉണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ബേബി ജി എന്നുള്ളൊരു സീരീസ് കാസിയോ കൊണ്ടുവരുന്നത്. ഈ ഒരു സീരീസിൽ വളരെ കുറച്ച് വാച്ചുകളെ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ.
റെസിനും മെറ്റലും മിനറൽ ഗ്ലാസും ഒക്കെയാണ് ഈ ഒരു സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 7,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ഈ വാച്ചുകളുടെ വില. വുമൺസിന് വേണ്ടി ആകെ 3 G-Shock വാച്ചുകളുള്ളൂ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട. ശരിക്കും ഈ ഒരു ബേബി ജി എന്നുള്ളൊരു സീരീസിന് ഒരു പോരായ്മ ഉണ്ടായിരുന്നു. കാരണം സാധാരണ G-Shock വാച്ചുകളൊക്കെ 200 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസിൽ വന്നിരുന്നപ്പോൾ ഈ ബേബി ജി വാച്ചുകൾ 100 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസിലാണ് വന്നിരുന്നത്. സ്ത്രീകളോട് ഇങ്ങനെ ഒരു പക്ഷപാതം കാണിക്കുന്നത് അനീതിയാണെന്ന് തോന്നിയോണ്ടാവാം കാസിയോ ഈ ഒരു ബേബി ജി എന്നുള്ള ഒരു സീരീസിന് അധികം പ്രാധാന്യം കൊടുക്കാണ്ട് മെയിൻ G-Shock സെക്ഷനിൽ തന്നെ ഒരു മിഡിൽ സൈസ് സെക്ഷനും കൂടി കൊണ്ടുവരികയാണ് ചെയ്തത്. മിക്ക G-Shock വാച്ചുകൾക്കും ഇപ്പോൾ ഒരു മിഡിൽ സൈസ് വേർഷൻ കൂടി ഉണ്ട്. സാധാരണ മെൻസ് G-Shock നിന്നും ടെക്നിക്കലി വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഈ മിഡിൽ സൈസ് G-Shock വാച്ചുകൾ ഇറങ്ങുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്കവാറും മിഡിൽ സൈസ് G-Shock വാച്ചുകളൊക്കെ തന്നെ വുമൺസ് വാച്ചുകളാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല അതെല്ലാം തന്നെ വുമൺസിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടാണ് വരുന്നത്. അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് നമുക്ക് G-Shock സീരീസിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. കാസിയോ ഗൈഡ് മലയാളത്തിന്റെ 3ാം ഭാഗം തൽക്കാലത്തേക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ നമുക്ക് G-Shock ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.